നമസ്കാരം. 9 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശബരിമല ദ്വാരപാലക സ്വർണം കവർന്ന കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് റിമാൻഡിൽ വിട്ടത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളിയിലെയും ബാദൽപ്പടിയിലെയും സ്വർണം കവർന്ന കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. 30 വരെയായിരുന്നു ഇയാളുടെ കസ്റ്റഡി കാലാവധി. ഇത് അവസാനിച്ചതോടെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. താൻ അസുഖബാധിതനാണെന്നും ജയിലിൽ കഴിയാൻ ബുദ്ധിമുട്ടുള്ളതായും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. എന്നാൽ അന്വേഷണ സംഘം മെഡിക്കൽ രേഖകൾ ഹാജരാക്കി. കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും SITയെ കോടതിയെ അറിയിച്ചു. തുടർന്ന് കസ്റ്റഡിയിൽ തുടരാനുള്ള ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. വ്യത്യസ്തമായ നാടൻപാട്ട് അവതരിപ്പിച്ച് റക്ക ഫോക്ക് ബാൻഡ് അടൂർ. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITയിൽ നടന്ന ഫ്രഷേഴ്സ് ഡേയിലാണ് വ്യത്യസ്തമായ അവതരണത്തിലൂടെ ശ്രദ്ധ നേടിയത്. ഒരുപറ്റം സുഹൃത്തുക്കൾ ഒത്തുചേർന്നപ്പോൾ ഉടലെടുത്ത നാടൻപാട്ട് സംഘമാണ് റക്ക ഫോക്ക് ബാൻഡ് അടൂർ. ചെങ്ങന്നൂർ ITയിൽ അഭിമന്യു കലാലയ യൂണിയൻ സംഘടിപ്പിച്ച ഫ്രഷേഴ്സ് ഡേയിലാണ് അരങ്ങുണർത്തി ആവേശം തിരതല്ലിയ നാടൻ ശൈലികൾ റക്ക ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ചത്. 12ഓളം കലാഹൃദയങ്ങൾ അണിനിരന്ന വേദിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നാടൻപാട്ട് വേദിയിൽ അവതരിപ്പിച്ചത്. ആദർശ്, വിധു കൃഷ്ണൻ, മിഥുൻ മോഹൻ, ശ്രീരൂപ് KJ, ഗൗരിപ്രിയ B സുരേഷ്, നന്ദ ശ്രീകുമാർ, പ്രതീഷ് PK, ചന്തു ശ്രീകുമാർ, അമൃനാഥ്, ശരത് ആറന്മുള തുടങ്ങിയവരാണ് റക്ക ഫോക്ക് ബാൻഡ് അടൂരിൽ അണിനിരക്കുന്നത്. രാഷ്ട്രീയ ഏകതാ ദിവസമായ ഒക്ടോബർ 31-ന് റൺ ഫോർ യൂണിറ്റിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ മാരത്തോൺ ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS ഫ്ളാഗ് ഓഫ് ചെയ്യും. പത്തനംതിട്ട ജില്ലാ പോലീസും പത്തനംതിട്ട SPC പ്രോജക്റ്റും സംയുക്തമായി മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാരത്തോൺ സംഘടിപ്പിക്കും. നാളെ രാവിലെ 7 മണിക്ക് പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് കാര്യാങ്കണത്തിൽ സമാപിക്കുന്ന മാരത്തോൺ അബാൻ ജംഗ്ഷനിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുക്കും. നരേന്ദ്രമോദിയുടെ ഫോട്ടോ കലാലയങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് PM ശ്രീ പദ്ധതിയെന്ന് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. ഗാന്ധി ദർശൻ വേദി ജില്ലാ സമ്മേളനം പത്തനംതിട്ട DCC ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയിലെ 2-3 അംഗങ്ങളും ചേർന്ന് ആണ് ആ ബില്ല് പാർലമെന്റിൽ വരാൻ. ഇപ്പം BJP CPM തമ്മിലുള്ള രഹസ്യ ബാന്ധവം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കലാലയങ്ങളിലെ കുരുന്നു മനസ്സുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നതിനായിട്ടാണ് ഈ പദ്ധതി എന്ന് DCC പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ സ്കൂളുകളിലെല്ലാം പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം. ഇപ്പൊ തന്നെ നമ്മുടെ ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തില് ഈ പരിപാടി നടത്തുമ്പോൾ ഗാന്ധിജിയെ തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ അല്ല വെച്ചത്. അതിന് നേതൃത്വം കൊടുത്ത നാഥുറാം വിനായക് ഗോഡ്സെ എല്ലാവരും ഒന്നാം പ്രതിയാകേണ്ടത്. ഒന്നാം പ്രതിയാകേണ്ടത് സവർക്കറായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തത്. 7ാം പ്രതിയായിട്ട് ആ സവർക്കർ വന്നിരിക്കുന്നു.
ആ സവർക്കറെ ഉൾപ്പെടെയുള്ളവരെ ഫോട്ടോ ദേശാഭിമാനികളുടെ ഫോട്ടോയോടൊപ്പം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ കെ.ജി. റെജി അധ്യക്ഷത ഒരു വർഷം തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി കാണിക്കുകയാണ്. നമ്മുടെ എഴുത്തുകാർക്കും മറ്റ് നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എഴുത്തുകാർക്കും അതിലൂടെ അവരുടെ സൃഷ്ടികൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ്. ഗാന്ധി ദർശൻ വേദി ആരംഭിക്കുന്ന ഓൺലൈൻ മാഗസിൻ പ്രകാശ ദർശൻ മാസികയുടെ കോപ്പി DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ മാലേത് സർലാദേവിക്ക് നൽകി പ്രകാശനം നടത്തി. ഗാന്ധി ദർശൻ വേദി കോന്നി നിയോജക മണ്ഡലം ചെയർമാനായിരിക്കെ അപകടത്തിൽ അന്തരിച്ച പ്രകാശ് പേരങ്ങാട്ടിലിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് മാസികയ്ക്ക് പ്രകാശ ദർശൻ എന്ന് പേരിട്ടിരിക്കുന്നത്. തുടർന്ന് സംഘടനാ റിപ്പോർട്ടിംഗും ഗാന്ധി ചിത്രത്തിന്റെ അനാച്ഛാദനവും സംസ്ഥാന സെക്രട്ടറി പനങ്ങോട്ടുകോണം വിജയൻ നിർവഹിച്ചു. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ഗവേണിംഗ് ബോഡി മെമ്പർ ഡോക്ടർ D. ഗോപി മോഹൻ, സംസ്ഥാന സെക്രട്ടറി ബിനു എസ് ചക്കാലയിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാന്ധി ദർശൻ വേദി DCCയുടെ മിനി ഹാളിലേക്ക് നൽകുന്ന കസേരകളുടെ സമർപ്പണവും നടന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.